ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദീപകിൻ്റെ ഫൂലിൻ്റെ കല്യാണമാണ് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഫൂൽ ദീപകിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട് നല്ല ഡിസ്റ്റൻസിലാണ്, ട്രെയിൻ കയറി വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ദീപക് ഫൂലിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം എല്ലാം മേടിച്ച് ഒരു ബാഗിനകത്ത് സേഫ് ആക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ട്രെയിൻ കയറുന്നു. ട്രെയിനിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് 2 കപ്പിൾസ് ഉണ്ട്. ഫൂലിനെ പോലെ തന്നെയാണ് അവരും ഡ്രസ്സ് ചെയ്തേക്കുന്നത്. അവിടെ അവരുടെ റിലേറ്റീവ്സ് എല്ലാം സ്ത്രീധനം കിട്ടിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ദീപകിനോടും ചോദിക്കുന്നുണ്ട് എത്ര കിട്ടിയെന്നൊക്കെ. ദീപക് ഒന്നും മിണ്ടുന്നില്ല. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് ദീപകിൻ്റെ സ്റ്റേഷനെത്തി. ദീപക് ഇറങ്ങിയിട്ട് ഫൂലിനെ വിളിക്കുന്നുണ്ട്. ഫൂല് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് 1 മിനിറ്റ് നിന്ന് അവൻ്റെ കൂടെ പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദീപകിൻ്റെ കൂടെ പോകുന്നു. ദീപക് അവിടുന്ന് വീണ്ടും വേറെ ബസ് കയറി അവൻ്റെ നാട്ടിലെത്തുന്നു. നാട്ടിൽ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ഇവരെ ഭയങ്കര ആഘോഷത്തോടൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള റിലേറ്റീവ്സിനെ എല്ലാം ഫൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെയാണ് അവിടെ വെച്ച് ഫൂലിൻ്റെ ഫേസ് കാണിക്കാൻ പറയുന്നത്. സത്യത്തിൽ ഫേസ് കാണിക്കുമ്പോൾ അത് ഫൂലല്ല, വേറൊരു പെണ്ണാണ്. ദീപക് ഞെട്ടിപ്പോകുന്നു. അവൻ തലേ കൈ വെച്ച് താഴെ ഇരിക്കുന്നു. ഇതാരെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആൾക്കാർ സാധനങ്ങൾ മാറി കൊണ്ടുവരാറുണ്ട്, ആദ്യമായിട്ടാണ് ഒരുത്തൻ അവൻ്റെ ഭാര്യയെ മാറി കൊണ്ടുവന്നതെന്ന്. അങ്ങനെ അവർ ആ പെണ്ണിനോട് അവളുടെ പേര് ചോദിക്കുന്നു. അവളുടെ പേര് പുഷ്പ എന്നും അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് പങ്കജ് എന്നുമാണ് പറയുന്നത്. എല്ലാവരും ദീപകിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ആ പെണ്ണ് പറയുന്നു ദീപകിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എനിക്കും ഇയാളുടെ ഫേസ് കാണാൻ പറ്റിയില്ല, എൻ്റെ ഫേസ് കവറായിരുന്നു, ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡാണ് എന്നെ വിളിക്കുന്നത്, തെറ്റ് ഞങ്ങളുടെ 2 പേരുടെയും ഭാഗത്തുണ്ടെന്ന് അവർ പറയുന്നു. പിന്നെ ഫൂലിനെയാണ് കാണിക്കുന്നത്. ദീപകിനെ കാണാത്തതുകൊണ്ട് തന്നെ അവൾ വേറൊരു സ്റ്റേഷനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ തന്നെ പുഷ്പയുടെ ഹസ്ബൻഡും ഉണ്ട്. പുഷ്പയുടെ ഹസ്ബൻഡ് പുഷ്പയാണ് തിരക്കുന്നത്. അപ്പോഴാണ് ഫൂലിനെ കാണുന്നത്. ഫൂലിനോട് ചോദിക്കുന്നു എന്തെങ്കിലും സഹായം വേണമെന്ന്. അയാൾ പറയുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ഫൂൽ അവിടുന്ന് പേടിച്ചോടുന്നു. പിന്നെ പുഷ്പയുടെ ഹസ്ബൻഡ് ഫാമിലിയെ കാണിക്കുന്നു. അവർക്ക് ചിന്ത പുഷ്പ പോയിൻ്റ് അല്ല, പുഷ്പയുടെ കയ്യിലുള്ള സ്വർണം മിസ്സാവും എന്നുള്ള ചിന്തയാണ്. പിന്നെ ഹസ്ബൻഡ് പറയുന്നത് നമുക്ക് സ്ത്രീധനം കിട്ടുക എല്ലാം കിട്ടിയില്ല, ഇനി 2 ദിവസം വരെ വെയിറ്റ് ചെയ്യാം, അവളെ കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നു. ഇവിടെ പുഷ്പയുടെ ഹസ്ബൻഡ് ഫ്രണ്ട്സിനോട് പറയുന്നു എന്തായാലും ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ എനിക്ക് വേറെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ എന്ന്. സത്യത്തിൽ അയാൾ നല്ലൊരു മനുഷ്യനല്ല. പിന്നെ പുഷ്പയെ കാണിക്കുന്നു. പുഷ്പ കയ്യിലുള്ള ഫോണിനകത്തുനിന്ന് സിം എടുത്ത് കത്തിച്ച് കളയുന്നു. സത്യത്തിൽ ഇവിടെ പുഷ്പ പറയുന്ന എല്ലാം കള്ളമാണ്. അവളുടെ പേര് ജയയാണ്, ഹസ്ബൻഡിൻ്റെ പേര് പങ്കജ് അല്ല പ്രദീപാണ്. പിന്നെ എന്തിനാണ് ഈ കള്ളം പറയുന്നത് നമുക്കിപ്പം മനസ്സിലാവില്ല. പിന്നെ ഫൂലിനെ കാണിക്കുന്നു. ഫൂൽ ആ രാത്രി ഫുൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടോയ്ലറ്റിലാണ് ഇരിക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങുന്നു. അവിടെ അബ്ദുൾ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നു. അബ്ദുൾ ഫൂലിൻ്റെ പ്രശ്നമൊക്കെ മനസ്സിലാക്കിയിട്ട് അവളുമായിട്ട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുക്കൽ പോകുന്നു. സ്റ്റേഷൻ മാസ്റ്റർ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫൂൽ പറയുന്നത് ഗംഗാപൂരാണ്. സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഇവിടെ ഒരു ഗംഗാപൂർ മാത്രമല്ല ഉള്ളത്, വേറെ കുറേ ഉണ്ട്, കറക്റ്റായിട്ടുള്ള പ്ലേസ് പറയാനെന്ന്. അത് ഫൂലിന് അറിയത്തില്ല. ഫൂലിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഫൂൽ അതും മറന്നുപോയി. ആ സ്ഥലത്തിൻ്റെ പേര് ഒരു ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അവൾ പറയുന്നത്. പിന്നെ ദീപക് പുഷ്പയോട് പറയുന്നു നീ തന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷേ ആരും എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോകാം, അവർ നിന്റെ വീട്ടിലെത്തിക്കുമെന്ന്. പുഷ്പ പറയുന്നത് ഞാൻ വരില്ല, എനിക്ക് പോലീസ് സ്റ്റേഷൻ പേടിയാണെന്ന്. അങ്ങനെ ദീപക് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ ഇൻസ്പെക്ടർ ശ്യാമിനെ കാണിക്കുന്നു. അയാൾ പൈസ മേടിച്ചിട്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ കേസ് ശ്രദ്ധിക്കാറുള്ളൂ, അല്ലെങ്കിൽ അയാളൊന്നും ചെയ്യാറില്ല. അങ്ങനെ ദീപകും ഫ്രണ്ട്സും വന്ന് അയാൾക്ക് പൈസ കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് ഫൂലിനെ കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്. അങ്ങനെ പൈസ തന്നുകൊണ്ട് തന്നെ ശ്യാം ഈ കേസ് ഏറ്റെടുക്കുന്നു. എന്നിട്ടൊരു ഫോട്ടോ ചോദിക്കുന്നുണ്ട്. ദീപക് അങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കുന്നു. അതിൽ നല്ല സൂപ്പർ ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ ഫൂലിൻ്റെ മുഖം കാണാൻ പറ്റില്ല, കവറാണ്. പോലീസുകാരൻ പറയുന്നത് ഇത് കണ്ടിട്ട് ഞാൻ ആരെ കണ്ടുപിടിച്ചോട്ട് വരാനാണ് നിനക്ക് വേണ്ടിയെന്ന്. അവിടുന്ന് ദീപക് നേരെ വീട്ടിൽ വരുന്നു. അവിടെ അവൻ്റെ അച്ഛനും അമ്മയും ടെൻഷനിലാണ്. കാര്യം ചോദിക്കുമ്പോഴാണ് പറയുന്നത് പുഷ്പ രാവിലെ പോയതാണ്, 5 മണിക്കൂറായി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നത്തിലേക്കൊക്കെ പോകുമെന്ന്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അബ്ദുൾ ഫൂലിനെ നേരെ അവിടുത്തെ മഞ്ജു എന്ന് പറയുന്നൊരു ലേഡിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവരവിടെ ഒരു ചെറിയൊരു തട്ടുകടയൊക്കെ നടത്തുന്നൊരു ലേഡിയാണ്. മഞ്ജു അവളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവളോട് പറയുന്നത് നിൻ്റെ ഭർത്താവ് നിൻ്റെ സ്വർണ്ണമൊക്കെ ഊരി എടുത്തില്ലേ, നിന്നെ അവനെ പറ്റിച്ചിട്ട് പോയതാ, എത്രയും പെട്ടെന്ന് നീ നിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോക്കോ. ഫൂൾ പറയുന്നു ഞാൻ തിരിച്ചു പോകില്ല, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീട്ടുകാർക്ക് നാണക്കേടാകും, എന്നെ ഇങ്ങനെയല്ല അവർ വളർത്തിയത്, ഞാൻ കാരണം അവർക്കൊരു സങ്കടവും വരാൻ പാടില്ല എന്നൊക്കെ. മഞ്ജു പറയുന്നത് നിൻ്റെ വീട്ടുകാർ നിന്നെ വെറും ഒരു മണ്ടിയായിട്ടാണ് വളർത്തിയേക്കുന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോ നിൻ്റെ വീട്ടിലോ തിരിച്ചു പോകാനുള്ള അഡ്രസ്സ് പോലും അറിയാത്തതെന്ന്. ഇവിടെ പുഷ്പയുടെ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് എഴുതിക്കാനാണ് നോക്കുന്നത്. ഇൻസ്പെക്ടറിനോട് പറയുന്നു എൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാനാ കൊന്നേത്, ഇനിയിപ്പോൾ ഈ കേസും എൻ്റെ മണ്ടയ്ക്ക് ഇരിക്കേണ്ട, അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ മിസ്സായതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എഴുതിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെ പുഷ്പ 5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ദീപകിൻ്റെ വീട്ടിലെത്തുന്നു. ദീപക് ചോദിക്കുന്നുണ്ട് എവിടെ പോയേക്കുമായിരുന്നു, ഞങ്ങൾ എത്ര നേരം കൊണ്ട് നിന്നെ തിരക്കുക. പുഷ്പ പറയുന്നത് ഞാൻ അമ്പലത്തിലുണ്ടായിരുന്നു എന്ന്. പക്ഷേ ദീപകിൻ്റെ അച്ഛനൊക്കെ അവിടെ പോയി നോക്കിയിട്ട് പുഷ്പ അവിടെ കണ്ടില്ല. പുഷ്പയുടെ ഹസ്ബൻഡ് കംപ്ലയിൻറ്റ് കൊടുത്തത് ഫാക്സ് ആയിട്ട് ആ ഇൻസ്പെക്ടർ അടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു കോപ്പി ശ്യാമിനും കിട്ടുന്നുണ്ട്. ശ്യാം വായിക്കുമ്പോഴത്തേക്കും ദീപകിൻ്റെ വൈഫ് മിസ്സായ അതേ ട്രെയിനിൽ നിന്നാണ് അയാളുടെ വൈഫും മിസ്സായേക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇൻസ്പെക്ടറിനെ വിളിക്കുന്നു, എല്ലാ ഇൻഫർമേഷനും എടുക്കുന്നു. എന്നിട്ട് ദീപകിനെ വിളിച്ച് പറയുന്നു, അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ വരുമ്പം നീ ആ ട്രെയിനിൽ നിന്ന് കൊണ്ടുവന്ന ആ ലേഡിയും കൊണ്ടുവരണമെന്ന്. ഇവിടെ ജയ രാത്രി ആകുമ്പോഴത്തേക്കും ആരും കാണാത്ത ഫോണിൽ പുതിയൊരു സിം ഇടുന്നുണ്ട്. ഈ സിം മേടിക്കാനൊക്കെ പോയിട്ടാണ് 5 മണിക്കൂർ അവൾ മിസ്സായിരുന്നത്. പിന്നെ ഫൂൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ കൂടാണ് താമസിക്കുന്നത്. മഞ്ജു ഇപ്പോൾ അവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഫൂലുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഫൂൽ ആ സമയം അവരുടെ കടയിലേക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ലപോലെ വിറ്റ് പോകുന്നു. മഞ്ജു പിന്നെ ഫൂലിന് കുറച്ച് പൈസ കൊടുക്കുന്നു. ഫൂൽ വേണ്ടാന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നത് ഇത് നീ കഷ്ടപ്പെട്ട പൈസയാണ്, ഇത് നിനക്കുള്ളതാണെന്ന്. അന്നാണ് ആദ്യമായിട്ട് ഫൂൽ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത ദിവസം തന്നെ ദീപക് പുഷ്പയായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ഇൻസ്പെക്ടർ ശ്യാം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം അവൾ കള്ളമാണ് പറയുന്നത്. ഇപ്പോഴും പുഷ്പ എല്ലാവരുടെയും ഫ്രണ്ട് അവൾ ജയാന്ന് സമ്മതിക്കുന്നില്ല. പിന്നെ വന്ന ഫാക്സിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ജയയുടെ ശരീരത്ത് അവളുടെ പേര് പച്ച കുത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ പുഷ്പയോട് കൈ കാണിക്കാൻ പറയുന്നു. അവിടെ ശ്രേയ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻസ്പെക്ടർ ചോദിക്കുന്നു, നിൻ്റെ പേര് പുഷ്പ എന്നാണ്, പിന്നെ എന്തിനാണ് ഇവിടെ ശ്രേയ എന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അവിടെ പുഷ്പ കള്ളം പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ എന്നെ അങ്ങനെയായിരുന്നു വിളിക്കുന്നതെന്ന്. പക്ഷേ ഇൻസ്പെക്ടർ ഇപ്പോഴും ഡൗട്ട് മാറിയിട്ടില്ല. അവിടുന്ന് പുഷ്പ എണ്ണീറ്റ് പോകുമ്പോഴത്തേക്കും ഇൻസ്പെക്ടർ ജയാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുഷ്പ അറിയാതെ തിരിഞ്ഞു നോക്കുന്നു. അവിടെ ഇൻസ്പെക്ടറിന് കൺഫേം ആയി, ഇനിയിപ്പോൾ എവിഡൻസ് ആണ് വേണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് തന്നെ ഇൻസ്പെക്ടർ അവളെ ഫോളോ ചെയ്തു തുടങ്ങി. അവൾ ആരൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട്, കയ്യിലുള്ള സ്വർണം വിറ്റ് മണി ഓർഡർ അയക്കുന്നുണ്ട്. ഇതൊക്കെ ഇൻസ്പെക്ടർ ഫോട്ടോ എടുത്ത് വെക്കുന്നു. പിന്നെ ഒരു ദിവസം പുഷ്പ കൃഷി സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ദീപകിൻ്റെ ഫ്രണ്ട് ശ്യാം വരുന്നത്. അവിടെ ദീപകിൻ്റെ അച്ഛനും വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ പറയുന്നു കൃഷിയൊക്കെ നശിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പെസ്റ്റിസൈഡ്സ് അടിക്കണമെന്ന്. അപ്പോൾ പുഷ്പ പറയുന്നു അതൊന്നും അടിക്കേണ്ട, സ്റ്റിക്കി ട്രാപ്പ് വെച്ചാൽ മതി, പ്രാണികൾ വന്ന് അവിടെ ഒട്ടിക്കോളുമെന്ന്. എനിക്കിതിനെപ്പറ്റിയൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എൻ്റെ അച്ഛന് കുറേ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഇത്ര ഇൻഫർമേഷൻ ഉള്ളതെന്ന്. പിന്നെ കാണിക്കുന്ന ദീപകിൻ്റെ ബ്രദറിൻ്റെ വൈഫ് വരച്ചൊരു ഫോട്ടോയാണ്. അവർ നല്ലപോലെ വരയ്ക്കും. ഇത് കാണുമ്പോഴത്തേക്കും പുഷ്പ പറയുന്നുണ്ട് എനിക്കൊരു സഹായം ചെയ്തു തരാമോ, ഞാൻ പറയുന്ന ഒരു ഫോട്ടോ വരയ്ക്കാമോ എന്ന്. അതവർ സമ്മതിക്കുന്നു. പിന്നെ ഒരു ദിവസം ശ്യാമും പുഷ്പയും കൂടെ സംസാരിക്കുന്ന ഇൻസ്പെക്ടർ കാണുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവളുടെ അടുത്ത് വരെ ഇവനായിരിക്കും, ഇവൻ്റെ സ്വർണ്ണം ഇനി ഇവൾ തട്ടിക്കൊണ്ട് പോകും, അതിന് മുമ്പ് തന്നെ ഇവളെ പിടിക്കണമെന്ന്. ഒരു രാത്രി പുഷ്പ വീടൊക്കെ വിട്ടു പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ദീപകിൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്കും അവൾ പോകില്ല. കാരണം ഫുൾ മിസ്സായ കാരണം തന്നെ പുഷ്പയാണ്. അങ്ങനെ നേരെ പുഷ്പ പോകുന്നത് ദീപകിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അടുക്കെയാണ്. എന്നിട്ട് ഫൂലിൻ്റെ ഒരു ഫോട്ടോ വരയ്ക്കാൻ പറയുന്നു. പിന്നെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ഇവിടെ ഇൻസ്പെക്ടറിന് ജയയുടെ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. അങ്ങനെ പുഷ്പ തന്നെ ആ ജയ എന്നുള്ള തെളിവ് അയാൾക്ക് കിട്ടി. നേരെ വന്ന് ജയയെ അറസ്റ്റ് ചെയ്യുന്നു. ദീപകിനോട് പറയുന്നത് ഇവിടെ കള്ളിയാണ്, ഇത്ര നാൾ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു എന്ന്. ജയ സത്യങ്ങൾ ദീപകിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളും കള്ളം പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് ദീപക് വിശ്വസിക്കുന്നത്? അങ്ങനെ ദീപക് ഒന്നും കേൾക്കുന്നില്ല. ആ സമയമാണ് അവിടെ ശ്യാം വരുന്നത്. ശ്യാം വന്ന് ദീപകിനോട് ചോദിക്കുന്നത് എന്തിനാണ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? എനിക്ക് തോന്നുന്നില്ല അവളൊരു കള്ളിയാണെന്ന്. കാരണം ഇവിടുത്തെ ഫൂലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ ഇന്ന് ഫൂലിൻ്റെ ഫോട്ടോ തന്നു, അവളുടെ കയ്യിലുള്ള നമ്പരും എനിക്ക് തന്നു, അത് പ്രിൻ്റ് എടുത്ത് എല്ലായിടത്തും കൊടുത്തിട്ട് ഞാൻ വരുന്ന വഴിയാണെന്ന്. അപ്പോഴാണ് ദീപക് ആ പോസ്റ്റർ കാണുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ പോസ്റ്റർ ഫൂലിൻ്റെ കയ്യിൽ വെത്തുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഫൂലിന് സന്തോഷമാകുന്നു. മഞ്ജുവിനോട് പറയുന്നു കണ്ടോ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചതിച്ചിട്ടില്ല, ഇപ്പോഴും എനിക്ക് വേണ്ടി തിരയുവാണെന്ന്. അതിൽ കാണുന്ന ഫോൺ നമ്പർ അവർ വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും എടുക്കുന്നില്ല. കാരണം ആ മൊബൈൽ ഇപ്പോൾ ഇൻസ്പെക്ടറിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഇവിടുന്ന് മഞ്ജുവും ആ സ്റ്റേഷൻ മാസ്റ്ററും കറക്റ്റ് അഡ്രസ്സിലേക്ക് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഫൂലിനെ ട്രെയിൻ കയറ്റി വിടുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജയയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ കള്ളമൊക്കെ പറഞ്ഞതെന്ന്. അപ്പോഴാണ് ജയ സ്റ്റോറി പറയുന്നത്. ജയയ്ക്ക് കല്യാണം കഴിക്കേണ്ടായിരുന്നു, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു ജയ എക്സാമിന്. അമ്മയോട് പറയുന്നു എനിക്ക് കല്യാണം കഴിക്കേണ്ട, എനിക്ക് പഠിക്കണമെന്ന്. അപ്പോൾ ജയയുടെ അമ്മ പറയുന്നുണ്ട് നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും, നമ്മുടെ കൃഷിസ്ഥലം വിറ്റിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇനി നിനക്ക് വേറൊരു വഴിയില്ല, ഹസ്ബൻഡ് നല്ലതാണെങ്കിൽ അവൻ നിന്നെ വീണ്ടും മുന്നോട്ട് പഠിപ്പിക്കുമെന്ന്. പക്ഷെ കല്യാണത്തിന് തന്നെ കുറച്ച് 1000 രൂപകൾ കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എൻ്റെ അമ്മയെ തെറി വിളിച്ചു. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ എൻ്റെ വിധിയെ ഏറ്റ് പോകുമായിരുന്നു. അപ്പോഴാണ് ദീപക് എന്നെ വിളിച്ചത്. എനിക്ക് വേറൊരു വഴിയും കിട്ടിയില്ല, എൻ്റെ ജീവിതത്തിലുള്ള സെക്കൻഡ് ചാൻസ് ആയിരുന്നു ഇത്, മുന്നോട്ട് എനിക്ക് പഠിക്കണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ ജയ പോകാനിരിക്കുമായിരുന്നു. ഇന്ന് രാവിലത്തെ ബസ് ടിക്കറ്റും അവളുടെ കയ്യിലുണ്ട്, പക്ഷെ പോകാൻ പറ്റിയില്ല. പിന്നെ ജയ അയക്കുന്ന പൈസയൊക്കെ അവളുടെ സിസ്റ്ററിനാണ് അവളുടെ മുമ്പോട്ടുള്ള പഠിത്തത്തിനും ഹോസ്റ്റൽ ഫീസിനൊക്കെ വേണ്ടിയാണ് അയച്ചുകൊണ്ടിരുന്നത്. അത് ജയയുടെ സ്വർണം വിറ്റാണ് അവൾ അയച്ചത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും പോലീസ് ഇൻസ്പെക്ടർ ജയയുടെ ഫോൺ എടുത്ത് നോക്കുന്നു. അതിൽ 10 മിസ് കോളാണുള്ളത്. തിരിച്ച് വിളിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഫൂൽ അവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ദീപകിനോട് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറയുന്നു. ദീപക് പറയുന്നുണ്ട് ജയയും കൂടെ വരാൻ. പക്ഷേ ഇൻസ്പെക്ടർ വിടുന്നില്ല. കാരണം ജയയുടെ ഹസ്ബൻഡിനെ അയാൾ വിളിച്ചിട്ടുണ്ട്, അയാൾ ഇപ്പോൾ ഇവിടെ എത്തുക. പക്ഷേ ദീപക് ജയയും കൂടെ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്പെക്ടർ വിടില്ല. ജയ പറയുന്നു ദീപക് പൊക്കോ, ഇപ്പോൾ പോയില്ലെങ്കിൽ ഫൂലിനെ വീണ്ടും കാണാൻ പറ്റില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തത് വെറുതെ ആയി പോകുമെന്ന്. അങ്ങനെ ദീപക് അവിടെ നിന്ന് പോകുന്നു. ആ സമയം അവിടെ ജയയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്. ഹസ്ബൻഡ് വരുമ്പോൾ തന്നെ ഇൻസ്പെക്ടറിന് കുറേ പൈസ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇവിടെ നീ കേസ് ഞാൻ നോക്കിക്കോളാമെന്ന്.
ഇൻസ്പെക്ടർ ആ പൈസ മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രദീപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ജയയ്ക്ക് ഒരു അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് പ്രദീപ് പറയുന്നു, നീ വീട്ടിൽ വാ, എന്നിട്ട് ബാക്കി ഞാൻ തരാമെന്ന്. അപ്പോൾ ഇൻസ്പെക്ടർ എണ്ണീറ്റിട്ട് പറയുന്നു, ജയ ഒരു പ്രായപൂർത്തിയായ ഒരു ലേഡിയാണ്, എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് അത് അവളുടെ ഇഷ്ടമാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരാളെ തല്ലിയതൊരു കേസാണ്, പോലീസുകാരന് കൈക്കൂലി കൊടുക്കുന്നത് കേസാണ്. പിന്നെ നിൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചതാണോ അതോ നീ കൊന്നതാണോ എന്ന് എനിക്ക് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. അതിലൊക്കെ നല്ലത് ഇപ്പം തന്നെ ജയ ഇവിടെ ഇട്ടിട്ട് നീ ഒറ്റയ്ക്ക് അങ്ങ് വീട്ടിൽ പോകുന്നതാണ്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇവരുടെ ലൈഫിലേക്ക് വരരുത്, വന്നിട്ടുണ്ടെങ്കിൽ നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വന്ന് നിന്നെ പൊക്കുമെന്ന്. അങ്ങനെ പ്രദീപിനെ മനസ്സിലായി ഇൻസ്പെക്ടറും ജയയുടെ സൈഡിലാണെന്ന്. അതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ല, പ്രദീപിൻ്റെ കൂട്ടുകാർ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ സ്വർണം എല്ലാം തിരിച്ച് ജയയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇവിടുന്ന് പൊക്കോ, പോയി പഠിച്ച് വലിയ ഒരാളാണെന്ന്. ഇവിടെ ദീപക് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അങ്ങനെ ഇത്രയും ദിവസത്തിന് ശേഷം ഫൂലിനെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഫൂൽ വീട്ടിലെത്തിയ കാര്യം മഞ്ജു അറിയുന്നു. ഇതറിയുമ്പോഴത്തേക്കും മഞ്ജുവിന് നല്ല സന്തോഷമാകുന്നുണ്ട്. പിന്നെ ജയ മുന്നോട്ടുള്ള പഠിത്തത്തിന് വേണ്ടിയാണ് പോകുന്നത്. അതിനു മുമ്പ് ദീപകിൻ്റെ വീട്ടുകാരെ കണ്ടിട്ടൊക്കെയാണ് പോകുന്നത്. അവർക്കും കുറച്ച് സങ്കടമുണ്ട്, കാരണം ഇത്രയും നാൾ അവൾ അവരുടെ കൂടെ ആയിരുന്നല്ലോ താമസിച്ചത്. പിന്നെ ദീപകിൻ്റെ ഫ്രണ്ടായ ശ്യാമിന് ജയയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ജയ മുന്നോട്ടുള്ള പഠിത്തത്തിന് വേണ്ടി അവിടുന്ന് പോകുന്നു. പിന്നെ ദീപക്കും ഫൂലും ഇത്രയും നാളും കഴിഞ്ഞ് കണ്ടുമുട്ടി, അവരും ഹാപ്പിയാണ്. ഇവിടെ ഈ മൂവി തീരുന്നു. മൂവി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.